സ്ത്രീകൾക്കും പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധിയുമായി ഡോക്ടേഴ്സ് വ്യൂ. എല്ലാ ഗർഭിണികളും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു അമ്മയാകുക എന്നുള്ളത് ഒരു സ്ത്രീയുടെ ജന്മത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഒരുപാട് സംശയങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യം തന്നെ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യകാലത്തുണ്ടാകുന്ന ഈ ഒരു ഛർദിലും മനം പുരട്ടലും ഒക്കെ എന്തെങ്കിലും കുട്ടിക്ക് പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ അമ്മയാവുന്ന അവസരത്തിൽ, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അവസരത്തിൽ ആദ്യത്തെ മാസത്തിൽ കുറച്ച് ഹോർമോൺ വ്യതിയാനങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ആദ്യത്തെ സമയത്ത് ഉണ്ടാകുന്ന ഈ ഒരു ഛർദിലിൻ്റെയും ഓക്കാനത്തിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടാകുന്നത്. എന്നാൽ അതൊന്നും തന്നെ കുട്ടിക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാറില്ല. എന്നാൽ അമിതമായ അളവിൽ യാതൊരു ഫുഡും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഉണ്ടാകുന്ന ഛർദിലൊക്കെ ആണെങ്കിൽ മാത്രമാണ് അത് കുട്ടിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നൊക്കെ കഴിക്കുമ്പോൾ തന്നെ മാറുന്നതായിരിക്കും. പിന്നെ ജോലിക്ക് പോകുന്ന പ്രഗ്നൻസ് ലേഡിക്കാണ് പിന്നെ ഏറ്റവും കൂടുതൽ സംശയം. ജോലിക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ജോലിക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കാര്യമെന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 മാസം എന്ന് പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട സമയമാണ്. ആദ്യത്തെ 3 മാസത്തെ കഴിവതും 2 വീലറിലൊന്നും പോവാതിരിക്കുക. അതുപോലെ ഒരുപാട് കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞിട്ടുള്ള റോഡിലൊക്കെ കൂടി ഓട്ടോയിലൊക്കെ യാത്ര ചെയ്യുക. ഒരുപാട് തിക്കും തിരക്കൊക്കെ ഉള്ള ബസ്സിൽ കയറുക. ഒരുപാട് ശരീരം അനങ്ങുന്ന രീതിയിൽ യാത്ര ചെയ്യുക. ഇവയൊക്കെ ഒഴിവാക്കിയാൽ മതിയാവും. ആദ്യത്തെ ഒരു 3 മാസത്തിന് ശേഷം അത്ര കണ്ട് പ്രശ്നം വരാറില്ല. എന്നാലും എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കെയർ എല്ലാ ഗർഭിണികളും എടുക്കേണ്ടതാണ്. പിന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ ലോങ് ട്രിപ്പൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1-2 മണിക്കൂറൊക്കെ ഇടവിട്ട് ഗർഭിണികളൊന്ന് എണീറ്റ് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ബസ്സിലൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒറ്റ ഇരിപ്പിൽ ഇരിക്കുന്നതും അതുപോലെ ഒറ്റ ഇരിപ്പിൽ നിൽക്കുന്നതും ഒക്കെ തന്നെ ഗർഭിണികൾക്ക് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അപ്പം വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നവരും ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്ന ഗർഭിണികളാണെന്നുണ്ടെങ്കിൽ കഴിവ് സീറ്റ് ബെൽറ്റ് നന്നായിട്ട് ധരിക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. സീറ്റ് ബെൽറ്റ് ധരിക്കുമ്പോൾ അത് വയറിൻ്റെ മണ്ടയിൽ കൂടിയും അതുപോലെ വയറിൻ്റെ അടിവശത്തും കൂടി ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുമൂലം ഗർഭിണികൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. പിന്നീട് വർക്ക് ചെയ്യുന്ന പ്രഗ്നൻസി ലേഡിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ യൂറിനറി ഇൻഫെക്ഷനാണ്. കാര്യം എന്ന് വെച്ചാൽ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ആവശ്യത്തിന് വെള്ളമൊന്നും കുടിക്കുന്നില്ല, കറക്റ്റ് സമയത്തിന് യൂറിൻ പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് വരുന്നൊരു പ്രശ്നം യൂറിനറി ഇൻഫെക്ഷനാണ്. അപ്പോൾ അവരതിനനുസരിച്ചിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുകയും ഇടയ്ക്ക് ഒരു സീറ്റിൽ തന്നെ ഇരിക്കാതെ ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ ഇടവിട്ട് എണീറ്റ് നടക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം മാറുന്നതായിരിക്കും. അപ്പോൾ ഒരേ ഇരിപ്പിരുന്ന് ജോലി ചെയ്യുന്ന ഗർഭിണികളൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ സ്റ്റൂൾ പോലും വെച്ചിട്ട് കാല് പൊക്കി വെച്ചിട്ടിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോബൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. കാര്യം ഈ സമയത്തുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ തന്നെ കുട്ടീനെ അമ്മയുടെയും ഹെൽത്തിനെ ബാധിക്കാറുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാട് സ്ട്രെസ്സൊക്കെ ഉള്ള ജോലിയും ഒരുപാട് കഠിനമായിട്ടുള്ള പ്രവൃത്തിയൊക്കെ ചെയ്യേണ്ടി വരുന്ന ജോലികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവയൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഇപ്പം ഓഫീസിലായാലും ശരി, വെളിയിലുള്ള സ്ഥലത്തിലായാലും ശരി, പുകവലിക്കുന്നവരുണ്ടെങ്കിൽ കഴിവതും ആ ഏരിയയിലൊന്നും പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം പുകവലി ഒരുപാട് ഏൽക്കുകയാണെങ്കിലും അതും ഗർഭസ്ഥ ശിശുവിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ മനസ്സമാധാനത്തോടും സന്തോഷത്തോടും ഇരിക്കേണ്ട ഒരു സമയമായതിനാൽ ഓഫീസിൽ പോകുന്ന സ്ത്രീകൾ എല്ലാവരും തന്നെ സന്തോഷമായിട്ട് ഇരിക്കാനും അവർ ഓഫീസിൽ തന്നെ കഴിക്കേണ്ട ഫുഡൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊണ്ടുപോകാനും കറക്റ്റ് സമയത്തിന് കഴിക്കുവാനുമായിട്ട് ശ്രദ്ധിക്കണം. അപ്പം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു 6 നേരമെങ്കിലും അവർ ഫുഡ് കഴിച്ചിരിക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഇടയ്ക്ക് സ്നാക്സ്, ദെൻ ഉച്ചയ്ക്ക് ലഞ്ച്, അത് കഴിഞ്ഞിട്ട് എഗെയിൻ ഒരു സ്നാക്സ്, പിന്നെ രാത്രിത്തെ ഫുഡ്, രാത്രി കിടക്കാൻ നേരത്തെ ഒരു ഗ്ലാസ് പാലോ അങ്ങനെ എന്തെങ്കിലും. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹൈ റിസ്ക് പ്രഗ്നൻസി ഒക്കെയാണ്. ഇപ്പം ട്വിൻ പ്രഗ്നൻസി ഉണ്ട്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അബോർഷൻസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ എന്തെങ്കിലും ബ്ലീഡിംഗ് ഒക്കെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കുറച്ച് കൂടുതലാണ്, അങ്ങനത്തെ എന്തെങ്കിലും റിസ്ക് ആയിട്ടുള്ള പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ കഴിവതും ജോലിക്കൊക്കെ പോകുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചോദിച്ചിട്ട് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്തവരുടെയൊക്കെ കേസിലാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. 7 മാസം വരെയും ജോലിക്ക് പോകാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നീട് പുറത്തോട്ട് പോകുമ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചെരുപ്പ് ഇടുമ്പോഴാണ്. ചെരുപ്പ് എപ്പോഴും അധികം ഹീൽസ് ഉള്ള ചെരുപ്പ് ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം അവർക്ക് പിന്നീട് നടുവേദന വരാനോ അല്ലെങ്കിൽ വീണിട്ട് എന്തെങ്കിലും കുട്ടിക്ക് പ്രശ്നങ്ങളൊക്കെ വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതിനാൽ എപ്പോഴും നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ചെരുപ്പ് തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വസ്ത്രങ്ങൾ വാങ്ങുമ്പോഴാണെങ്കിൽ പ്രഗ്നൻറ്റ് ലേഡീസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ തയ്ക്കുകയാണെങ്കിൽ തന്നെ നല്ല കോട്ടൺ വസ്ത്രങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. നല്ല ലൂസായിട്ടുള്ള ഡ്രസ്സ് തന്നെ
തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് പ്രഗ്നൻറ്റ് ലേഡീസിനുണ്ടാകുന്ന ഒരു സംശയമാണ് എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കണം, എന്തൊക്കെ കഴിച്ചുകൂടാന്നുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെ ഏത് ഡോക്ടറെയാണോ കാണാൻ പോകുന്നത് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇപ്പം ഡയബറ്റീസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഷുഗർ അടങ്ങിയിട്ടുള്ള ആഹാരവും ഒരുപാട് അന്നജം അടങ്ങിയിട്ടുള്ള ചോറും അങ്ങനത്തെ ആഹാരമൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കി ആഹാരങ്ങളും ഫ്രൂട്ട്സും ഒക്കെ അത്യാവശ്യത്തിന് മാത്രം എടുത്തുകൊണ്ട് ബാക്കിയൊക്കെ കുറച്ച് ബാക്കിയുള്ള ഫുഡെല്ലാം ബാലൻസ്ഡ് ഡയറ്റായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പ്രഗ്നൻസി ടൈമിലുള്ള പിന്നെ ഒരു പ്രധാനപ്പെട്ട സംശയമാണ് എത്ര നേരം കിടന്നുറങ്ങണം അല്ലെങ്കിൽ എങ്ങനെ കിടന്നുറങ്ങണമെന്നുള്ളത്. അപ്പം എല്ലാ ഗർഭിണികളും തന്നെ രാത്രി ഒരു 8-10 മണിക്കൂർ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഉച്ചയ്ക്കും ഒരു 2 മണിക്കൂർ ഉറങ്ങുന്നത് നല്ലതായിരിക്കും. ഇപ്പം ജോലിക്കൊക്കെ പോകുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അതത്ര പ്രാവർത്തികമാക്കാൻ പറ്റുന്നതല്ല. എന്നാൽ ബ്ലഡ് പ്രഷറിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഹൃദയത്തിനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ വേണമെങ്കിൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ ഉറക്കക്കുറവോ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നീട് പ്രഗ്നൻറ്റ് ലേഡീസിനുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് ഒരുപാട് എരിയും പുളിയൊക്കെ ഉള്ള ആഹാരം കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പം പ്രഗ്നൻസി ടൈമിൽ അസിഡിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ഒത്തിരി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് വരുന്ന ഹോർമോൺ വ്യതിയാനവും കുട്ടികളുടെ വളർച്ചയുടെ ഫലമായിട്ടൊക്കെ അസിഡിറ്റിയും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ഒരുപാട് എരിയും പുളിയും കലർന്നിട്ടുള്ള ആഹാരമൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഷുഗർ, ഇപ്പം ഡയബറ്റീസ് ഇല്ലാത്ത ഗർഭിണികൾ തന്നെ ആയാലും ഒരുപാട് അളവിൽ ഷുഗർ കഴിക്കുന്ന അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ ഷുഗർ നന്നായിട്ട് കുറയ്ക്കണം. അതുപോലെ ഉപ്പിൻ്റെ അംശവും നന്നായിട്ട് കുറയ്ക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി ടൈമിൽ ഒത്തിരി പേർക്ക് തന്നെ ബ്ലഡ് പ്രഷറൊക്കെ കൂടുന്നതായിട്ട് കാലിൽ നീര് വരുന്നതൊക്കെ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഉപ്പിൻ്റെ അംശവും നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ട് ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക. അപ്പോൾ കാലിൽ നീരൊക്കെ ഉള്ള ഗർഭിണികളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കാലിൽ നീരുണ്ട്, അവർ ബ്ലഡ് പ്രഷറിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ട്, അവർ യൂറിനിൽ ആൽബുമിനുണ്ട്, ഇങ്ങനെ സിംറ്റംസ് ഒക്കെ ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രീ എക്ലാംസിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അത് പിന്നീട് കുറച്ച് മാരകമായിട്ടുള്ള കോമ പോലത്തെ സിറ്റുവേഷൻസോ അല്ലെങ്കിൽ ഇങ്ങനെ ചുഴലി പോലെയൊക്കെയോ വരാനൊക്കെ സാധ്യതയുള്ളതിനാൽ അങ്ങനത്തെ കാലിൽ നീരൊക്കെ വരുവാണെങ്കിൽ തന്നെ ശ്രദ്ധിക്കുക. സാധാരണയായിട്ട് പറയുകയാണെങ്കിൽ ഒരു 5 മാസമൊക്കെ ആകുമ്പം ചെറുതായിട്ട് കാലിലും മുഖത്തൊക്കെ നീരൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുവാണെങ്കിലും അത് ഈ പറഞ്ഞ കണക്കുപോലെ യൂറിനിൽ വേറെ വ്യത്യാസമൊന്നുമില്ല, ബ്ലഡ് പ്രഷറിൽ വേറെ കുഴപ്പമൊന്നുമില്ല എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് നോക്കി തീർച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പം പിന്നീട് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രഗ്നൻസി ലേഡീസും തന്നെ ആദ്യ മാസം മുതൽ തന്നെ കുറുന്തോട്ടി പാൽക്കഷായമൊക്കെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം ഒരു പിടി കുറുന്തോട്ടി എടുത്തിട്ട് അതിനകത്ത് ഒരു 1/2 ഗ്ലാസ് പാലും ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 ഗ്ലാസ്സാക്കി വറ്റിച്ചിട്ട് ആ ദിവസം ഒരു നേരം കഴിക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് വായുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നതും അതുപോലെ കുട്ടിക്ക് നല്ലൊരു ഉറപ്പ് കിട്ടാനും അങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ മാറുവാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതായിരിക്കും. അതുപോലെ ഒരു 5 മാസം മുതൽ തന്നെ അല്ലെങ്കിൽ ഒരു ധന്വന്തരം കുഴമ്പൊക്കെ ദേഹത്ത് തേച്ച് കുളിക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. പിന്നെയാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ലേഡിക്കിന് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ് എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റാണ് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ സാധാരണയായിട്ട് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്ന ആദ്യ മാസം തന്നെ ഡോക്ടർ പറഞ്ഞിട്ട് എല്ലാ തരം ടെസ്റ്റുകളും എടുക്കുന്നതായിരിക്കും. അത് ഡോക്ടർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഹീമോഗ്ലോബിൻ്റെ ടെസ്റ്റും ബ്ലഡ് ഷുഗറും BP-യും അതുപോലെ ബ്ലഡിലെ തൈറോയിഡിൻ്റെ ലെവലും അതുപോലെ മറ്റെല്ലാ ടെസ്റ്റുകളും തന്നെ ആദ്യത്തെ മാസം തന്നെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ പ്രഗ്നൻസി എപ്പോഴും നല്ല പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ല. അപ്പം പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ തന്നെ അതൊക്കെ കറക്റ്റ് ബ്ലഡിൽ വേരിയേഷൻസ് വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ കൂടുതലായിട്ടുണ്ടോ അല്ലെങ്കിൽ വെയിറ്റ് കുറച്ചിട്ടാണോ ഇരിക്കുന്നത് എന്നൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കുക. പിന്നെ ഉള്ളൊരു പ്രധാന സംശയം എന്ന് പറഞ്ഞാൽ എത്ര വെയിറ്റ് കൂടാം എന്നുള്ളതാണ്. അപ്പം പറയുകയാണെങ്കിൽ ആദ്യത്തെ 3 മാസം എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ചില സ്ത്രീകളിൽ വെയിറ്റ് അധികം കൂടാറില്ല, ചിലർ വെയിറ്റ് കുറയാറുണ്ട്. എന്നാൽ അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രഗ്നൻസിയിൽ ഉടനീളം പറയുകയാണെന്നുണ്ടെങ്കിൽ 10 മുതൽ 15 കിലോ വരെ സ്ത്രീകളിൽ കൂടാറുണ്ട്. എന്നാൽ ഒബേസിറ്റി ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 8 കിലോ ഒക്കെ കൂടിയാലും മതിയാവും. ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കുട്ടിക്ക് നല്ല വളർച്ച വരുന്നുണ്ട്, ആവശ്യത്തിന് അമ്നിയോട്ടിക് ഫ്ലൂയിഡൊക്കെ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു 5 മാസം മുതൽ എല്ലാ ഗർഭിണികളും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മൂവ്മെൻറ്റ് കറക്റ്റായിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കേസിൽ കുട്ടിയുടെ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റീസോ എന്തെങ്കിലും ഇറിറ്റേഷൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നതില്ല. അപ്പോൾ എല്ലാവരും തന്നെ ഒരു 5 മാസമൊക്കെ കഴിയുമ്പോൾ കുട്ടിക്ക് അനക്കമൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ ഇടത്തോട്ട് ചരിഞ്ഞ് കിടന്നിട്ട് ഒരു അരമണിക്കൂറിനകത്ത് ഒരു 3 അനക്കമെങ്കിലും ഉണ്ടാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഉച്ചയ്ക്കും കിടക്കുമ്പോൾ ശ്രദ്ധിക്കുക, വൈകുന്നേരം കിടക്കുമ്പോൾ ശ്രദ്ധിക്കുക. കുട്ടിക്ക് ഒരു 2-3 തവണയെങ്കിലും അനക്കം ഉണ്ടാകുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അനക്കക്കുറവോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം എങ്ങനെ ഏത് പൊസിഷനിലാണ് കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇടത്തോട്ട് ചരിഞ്ഞ് കിടക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കംഫോർട്ടബിൾ ആയിട്ട് കിടക്കാനായിട്ട് എത്ര പില്ലോസ് വേണമെങ്കിലും വെക്കാവുന്നതാണ്. അപ്പം കാലിനടിയിലോ അല്ലെങ്കിൽ നടുവിൻ്റെ ഭാഗത്തോ ഒക്കെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് കംഫോർട്ടബിൾ ആയിട്ട് എത്ര പില്ലോസ് വെക്കാൻ പറ്റുമോ അത്രയും പില്ലോസൊക്കെ വെച്ചിട്ട് ഇടത്തോട്ട് ചരിഞ്ഞ് കിടക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഏറ്റവും കൂടുതൽ പ്രഗ്നൻ്റ് ലേഡീസിന് വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ്, മാനസിക പിരിമുറുക്കം. അപ്പം വീട്ടിലുള്ള എല്ലാവരും തന്നെ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്ട്രെസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു ഡിസീസൊന്നും അല്ല, അത് നാച്ചുറലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ അവർക്ക് എന്തെങ്കിലും പ്രത്യേക സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക. അപ്പം കഠിനമായിട്ടുള്ള ഒരു ജോലികളും പ്രഗ്നൻ്റ് ലേഡീസ് ചെയ്യാൻ പാടില്ല. എന്നാൽ സാധാരണ രീതിയിലുള്ള വീട്ടുജോലികളെല്ലാം തന്നെ ചെയ്യാവുന്നതാണ്. എന്നാൽ ഹൈ റിസ്ക് പ്രഗ്നൻസി കേസുകൾ, ഇപ്പം പ്ലാസൻ്റയിൽ എന്തെങ്കിലും മറുപിള്ളയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നേരത്തെ ബ്ലീഡിങ് വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അബോർഷൻസ് ഒക്കെ സ്ഥിരം വന്നിട്ടുള്ള അങ്ങനത്തെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം റെസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോർമലി ഉള്ള എല്ലാ വീട്ടുജോലികളും തന്നെ ചെയ്യാവുന്നതാണ്. എന്നാൽ ഇരിക്കുമ്പോഴും ഒക്കെ തന്നെ കുറച്ച് ഫ്ലാറ്റായിട്ടുള്ള സ്ഥലത്തൊക്കെ ഇരിക്കുക. ഒരുപാട് കഠിനമായിട്ടുള്ള ജോലികളും ഒരുപാട് സ്റ്റെപ്പ് കയറുന്നതും ഒരുപാട് വെയിറ്റ് എടുക്കുന്നതും ഒക്കെ ഒഴിവാക്കുക. അതൊക്കെയാണ് പ്രധാനമായിട്ടും വീട്ടുജോലിയിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം. എക്സർസൈസ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഹൈ റിസ്ക് പ്രഗ്നൻസി ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ എക്സർസൈസൊക്കെ ചെറിയ രീതിയിൽ ചെയ്യാവുന്നതാണ്. നടക്കാനൊക്കെ ഒരു 30 മിനിറ്റൊക്കെ നടക്കാൻ പോകുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെറിയ രീതിയിലുള്ള യോഗയും ചെറിയ രീതിയിലുള്ള വ്യായാമവും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതൊക്കെ സ്ട്രെസ്സ് കുറയ്ക്കുവാനും മറ്റുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ടൊക്കെ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതായിരിക്കും. പ്രഗ്നൻ്റ് ലേഡീസിനുള്ള പിന്നെ ഒരു പ്രധാന സംശയമാണ് ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈലൊക്കെ യൂസ് ചെയ്യാവോ എന്നുള്ളത്. അപ്പം ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യണം, കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അധികം റേഡിയേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഒരു കാരണവശാലും മടിയിൽ വെച്ച് ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ എപ്പോഴും ശരീരത്തിൽ നിന്ന് കുറച്ച് അകലെ പിടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിൽ നിന്നുള്ള ചൂട് നമ്മൾ ഗർഭിണികളുടെ വയറിലേക്കുന്നത് അത്ര നല്ലതല്ല. അതുപോലെ തന്നെ മൊബൈൽ യൂസ് ചെയ്യുന്നവരാണെങ്കിലും മൊബൈലിൽ കുറച്ച് റേഡിയേഷൻസ് ഒക്കെ ഉള്ളതിനാൽ കഴിവതും മൊബൈലിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. അതുപോലെ ഒരു ഇരിപ്പിരുന്ന് കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതുമൂലം അവർക്ക് നടുവേദനയും തലവേദനയും മറ്റ് പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ എപ്പോഴും പ്രഗ്നൻ്റ് ലേഡീസ് കുറച്ച് ലാപ്ടോപ്പിൻ്റെ ആയാലും കമ്പ്യൂട്ടറിൻ്റെ ആയാലും മൊബൈലിൻ്റെ ആയാലും ഒക്കെ ഉപയോഗം കുറച്ച് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. ഉപയോഗിച്ചാൽ തന്നെ അത് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ രീതിയിൽ നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങളും ഒക്കെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സെക്കൻഡ് ഡെലിവറി ഒക്കെ സമയത്താണെങ്കിൽ കുറച്ചും കൂടെ എല്ലാ ലേഡീസിനും അറിയായിരിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് പ്രഗ്നൻസി ടൈമിൽ സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ കഴിവതും അവർക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ കാണും. അവയൊക്കെ തന്നെ ഒരു ഡോക്ടറുടെ അടുത്ത് ചോദിച്ചിട്ട് എന്തൊക്കെ കാര്യത്തിലാണ് സംശയമുള്ളതെന്നോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ മുതിർന്ന ഏതെങ്കിലും സ്ത്രീകളുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് ആ സംശയങ്ങളൊക്കെ മാറ്റുക. എല്ലാ ദിവസവും നന്നായിട്ട് നടക്കാൻ പോവുകയും ധാരാളമായിട്ട് വെള്ളവും കുടിച്ച് നന്നായിട്ട് ഉറങ്ങാനും ഒക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാനസിക സമ്മർദ്ദമൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലൊരു പ്രഗ്നൻസി ടൈം എല്ലാ സ്ത്രീകൾക്കും തന്നെ നേടിയെടുക്കാവുന്നതാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് സ്ത്രീകൾക്കുണ്ടാകുന്ന സംശയങ്ങൾ.